ദൈവസമാധാനം നിങ്ങൾ മുഴുവനും കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയരെ, ജീവിതത്തിൽ രക്ഷയില്ല, ഇനി വിടുതൽ കിട്ടത്തില്ല, ഇനി ഇതിന് ഒരു ഉയർച്ച സംഭവിക്കത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ജീവിതത്തെ കൊടുത്താൽ യേശു അതിനെ സമൂലം പണിയുവാൻ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം നടത്തുക മാത്രമല്ല, നിങ്ങളെ ആള് മാറിയവനായി ക്രിസ്തുവിന് അനുരൂപികളാക്കി മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ അതേ മഹത്വം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിലകളിലും എല്ലാ തലങ്ങളിലും ഒരുപോലെ പകരാൻ അവൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, എല്ലാ നിറവും സഭയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായി ഞാൻ പറയാം, സകലത്തെ നാമത്തിനും മേലായ നാമമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ബൈബിൾ പറയുന്നു, എല്ലാ മുഴങ്കാലുകൾ മടങ്ങും. എന്താ അതിന്റെ മറ്റൊരു അർത്ഥവ്യാപ്തി പറയാം? അവൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഒരു അധികാരം ദൈവസഭയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ശാപങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറും, നിങ്ങളുടെ രോഗങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറും, നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. നിങ്ങൾക്ക് പാപത്തിൽ നിന്നൊരു മോചനം കിട്ടാം. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവും സ്വന്തം കർത്താവുമായി, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാമം കൊണ്ട് ഏറ്റുപറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ യേശു ഒരു വഴി തുറന്നു വച്ചിരിക്കുന്നു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റിയൊഴിയും? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷി നിന്ന് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷകനായ യേശുവിനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തു വന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനും. യേശു ക്രിസ്തു സകലരെയും സ്നേഹിക്കുന്നു. ഈ സന്ദേശത്തിന്റെ മുൻപിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.